നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ഹൂലിയൻ ആൽവരസ് എന്തൊരു പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഗോളുകളും അസിസ്റ്റും ഒക്കെ ആയിട്ട് അദ്ദേഹം മിന്നിക്കത്തുകയാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന കോപ്പ ഡെൽ റേ മത്സരം നോക്കുക. ആ മത്സരത്തിൽ 4-0 എൽച്ചയെ അത്ലറ്റിക്കോ മാഡ്രിഡ് തോൽപ്പിക്കുന്നത്. അതിൽ സോർലോത്തിൻ്റെ ഇരട്ട ഗോളുകളുണ്ട്, ഒന്ന് പെനാൽറ്റിയാണ്. ഒരു ഗോൾ റിക്വൽമിയാണ് നേടിയതെങ്കിൽ ഒരു ഗോള് ഹൂലിയൻ ആൽവരസിൻ്റെ വകയാണ്. സോ ഹൂലിയൻ ആൽവരസ് മത്സരങ്ങളിൽ തുടർച്ചയായി ഗോളടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ഉടനെ അദ്ദേഹം ഒരല്പം ബുദ്ധിമുട്ടി, ശരിയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം മിന്നും പ്രകടനം. ഇപ്പോൾ കഴിഞ്ഞ ലാലിഗ മത്സരം നോക്കുക, ഒസാസുനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചത്. ആ ഗോളും ഹൂലിയൻ ആൽവരസിൻ്റെ വകയായിരുന്നു. ഇപ്പോൾ ഈ സീസണിലെ ഹൂലിയൻ ആൽവരസിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം ലാലിഗയിൽ 19 കളികളാണ് കളിച്ചത്. 6 ഗോളുകൾ അദ്ദേഹം അവിടെ നേടുകയുണ്ടായി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 6 കളികൾ കളിച്ചു, 4 ഗോളുകൾ. കോപ്പ ഡെൽ റേയിൽ 4 കളികൾ 4 ഗോളുകൾ. സോ ആകെ 14 ഗോളുകൾ ഓൾറെഡി ഈ സീസണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഒരു സംശയവും വേണ്ട, അത്ലറ്റിക്കോ മാഡ്രിഡ് കഴിഞ്ഞ സമ്മറിൽ നടത്തിയ ഏറ്റവും മികച്ച നീക്കങ്ങളിലൊന്നാണ് ഹൂലിയൻ ആൽവരസിനെ സ്വന്തമാക്കി എന്നുള്ള. ഒരുപക്ഷെ സിറ്റി ചെയ്ത ഒരു റോങ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും ഹൂലിയൻ ആൽവരസിനെ കൈവിട്ടത്. എന്നാൽ ഹൂലിയൻ ആൽവരസിനാണ് ക്ലബ്ബ് വിട്ടു പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പെപ്പിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹൂലിയൻ ആൽവരസിന് അവിടെ വിട്ടു പോകണം, കൂടുതൽ പ്ലേയിങ് ടൈം ലഭിക്കണം എന്ന തീരുമാനത്തിൽ അദ്ദേഹം വിട്ടതാണ്. ആ വിട്ടത് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കാണ്. അവിടെ ചെന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.